കോട്ടയം CPI ജില്ലാ സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. രണ്ട് മുഖ്യമന്ത്രിമാർക്ക് പ്രത്യേക വൈക്കത്തേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പ്രത്യേക അനുവാദം കൊടുക്കുകയും 603 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോഗോ പ്രകാശനം തമിഴ്നാട് മുഖ്യമന്ത്രി നിന്നും മുഖ്യമന്ത്രിക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യിപ്പിക്കുന്ന 2 ചടങ്ങുകൾ വൈക്കത്തെ MLAക്ക് നൽകിയതാണ്. അതുകൊണ്ട് അത് തെറ്റായ വാർത്തകൾ വരുന്നു എന്നുള്ള വാർത്ത MLA തന്നെ ഇപ്പം എന്നെ വിളിച്ച് പറയുകയും MLA അത് ഫേസ്ബുക്കിൽ ഇപ്പം രാവിലെ ഇട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ BRD ആണെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കപ്പെട്ട പരസ്യ ബോർഡുകളിലാണെങ്കിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും MLAക്ക് അർഹമായ പരിഗണന ലഭിക്കുമ്പോൾ ഈ പരസ്യത്തിൽ പേര് വന്നില്ല എന്നത് പരാതിയായിട്ട് വരുന്നതുകൊണ്ടല്ലേ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ? അത് ശരിയല്ല. PRD ഇതുപോലുള്ള കാര്യത്തിൽ ഇത്തിരിയും കൂടി കാര്യമായി ശ്രദ്ധിക്കേണ്ടതല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാകുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം MLAക്ക് ഉണ്ടാകണം. ഇനി പ്രാധാന്യം വേണ്ട, അതിനകത്തൊരു പേരെങ്കിലും വരണ്ടേ. അത് PRDയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ്. അത് തിരുത്തിയാൽ മതിയാവുള്ളൂ. അത് തിരുത്തുക എന്നുള്ളതാണ്, അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രക്ഷോഭണമോ വഴക്കോ വല്ലാപ്പോ ഉണ്ടാക്കുന്നല്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയവത. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം, ദളിതര് സമൂഹത്തിൽ താഴേക്കടികളിലുള്ള വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി പൊരുതിയ സമരമാണ്. അപ്പോൾ അവിടെ CK ആശയെ പോലെ ഒരു MLAക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് PRDക്കും തോന്നണ്ടേ? അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയം. അവിടെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുള്ളത്. ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല, അത് തിരുത്തേണ്ടവർ ആരാണെങ്കിലും തിരുത്തണം. അല്ല, വെച്ചാൽ CPIയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം കിട്ടിയ സമ്മേളനമായിരുന്നില്ല, അതിന് തർക്കമൊന്നുമില്ല. രണ്ട് മുഖ്യമന്ത്രിമാരെ പ്രസംഗിച്ചു കഴിഞ്ഞുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറിയല്ലേ പ്രസംഗിച്ചത്. പിന്നെ അവിടെ മറ്റ് മന്ത്രിമാർ പലരും ഉണ്ടായിരുന്നു. നമ്മുടെ ബിനോയ് വിശ്വം MP അടക്കമുള്ള MP മാരുണ്ടായിരുന്നു. അവരെല്ലാം ഇരിക്കെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നു CK MLAക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. മീറ്റിങ്ങിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ആരൊക്കെ പ്രസംഗിച്ചത്, ആരൊക്കെയാണ് സ്വീകരണം കൊടുത്തത്, അതെല്ലാം വളരെ കൃത്യമായി LDF ആലോചിച്ച് തീരുമാനം നടപ്പിലാക്കിയതാണ്. അതിനൊന്നും യാതൊരു തർക്കവും CPIക്കില്ല, MLAക്കുമില്ല.